ശസ്ത്രക്രിയയ്ക്ക് ശേഷം രോഗനിർണയത്തിന് അയച്ച സാമ്പിളുകൾ ആക്രിക്കാരന്റെ കയ്യിൽ. തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിലാണ് സാർ. സാർ, ഈ ശസ്ത്രക്രിയ നടത്തിയവരുടെ രോഗനിർണയം നടത്തുന്നതിനാണ് സ്പെസിമെനുകൾ പാത്തോളജി ലാബിലേക്ക് പരിശോധനയ്ക്ക് അയക്കുന്നത്. ക്യാൻസർ അടക്കമുള്ള ഗുരുതര രോഗങ്ങൾ നിർണ്ണയിക്കാൻ ഈ സ്പെസിമെനുകൾ തുടർ പരിശോധനയ്ക്ക് അയക്കുന്നു. ഇതാണ് ആക്രിക്കാരന്റെ കയ്യിലെത്തിയത് സാർ. ഈ സംഭവങ്ങളെല്ലാം ഉണ്ടായി കഴിയുമ്പോൾ ഒരു നടപടിയെടുത്തു, സസ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ അവസാനിക്കുവാണ് സാർ. സാർ, ഇവിടെ നമ്മുടെ MLA ഹൗസിലെ ഒരു ജീവനക്കാരുണ്ട് സാർ, രവീന്ദ്രൻ നായർ. നമുക്കെല്ലാം അറിയുന്ന ആളാണ്. നമ്മുടെ അസിസ്റ്റന്റ് മാനേജറുടെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ആളാണ്. ബഹുമാനപ്പെട്ട സിവിൽ സപ്ലൈസ് മന്ത്രി GR അനിൽ YF-ന്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്നപ്പോൾ ജില്ലാ കമ്മിറ്റിയിൽ അദ്ദേഹത്തിനൂടെ പ്രവർത്തിച്ചിരുന്ന ആളാണ് സാർ. CP-യുടെ ലോക്കൽ സെക്രട്ടറിയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ലിഫ്റ്റിൽ ഈ പാവം കുടുങ്ങിക്കിടന്നത് 42 മണിക്കൂറാണ് സാർ. സാർ, 42 മണിക്കൂർ ഒരു മനുഷ്യൻ ലിഫ്റ്റിൽ കുടുങ്ങിക്കിടന്നിട്ട് ഒരാൾ അന്വേഷിക്കാനുണ്ടായില്ല. ഇത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാ. ഒരുപാട് അകലെ, ഒരുപാട് കാലം മുമ്പ് നടന്നൊന്നുമല്ല, ഒറ്റപ്പെട്ട സംഭവമല്ല. ആ മനുഷ്യനോട് ഞാൻ സംസാരിച്ചു സാർ. അങ്ങയുടെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരു താൽക്കാലിക ജീവനക്കാരനാണ്. അദ്ദേഹം പറഞ്ഞു, ആ ഇരുണ്ട വെളിച്ചത്തിൽ ഒരു പകലും ഒരു രാത്രിയും കഴിഞ്ഞിട്ടും ആരും അന്വേഷിച്ചു വരുന്നില്ല എന്ന് കണ്ടപ്പോൾ ബോധം മറയുമെന്ന ഒരു ഘട്ടത്തിൽ ഭാര്യയ്ക്ക് അദ്ദേഹം മരണമൊഴി എഴുതി വെച്ചു സാർ, കയ്യിലുണ്ടായിരുന്ന ചെറിയ കടലാസിൽ. ആ രവീന്ദ്രൻ നായർ സാർ, ഇത് 42 മണിക്കൂർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ലിഫ്റ്റിൽ ഒരാൾ കുടുങ്ങിപ്പോയിട്ട് അറിഞ്ഞില്ല, ആരും തിരക്കിയില്ല, ആരും കണ്ടെത്തിയില്ല എന്ന് പറഞ്ഞാൽ എന്റെ 12-13 മിനിറ്റ് ഇനി അവതരിപ്പിക്കുന്ന അടിയന്തര പ്രമേയത്തിന്റെ പോലും ആവശ്യമില്ല സാർ. ഈ ഒരൊറ്റ സംഭവം ഈ ഉത്തരവാദിത്ത രാഹിത്യത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയല്ലേ സാർ. സാർ, ഇവിടെ ചാലക്കുടിയിലെ ശ്രീ സനീഷ് കുമാർ MLA പറഞ്ഞു, അനീറ്റ 10 വയസ്സുള്ള പെൺകുട്ടി അടുത്താണ് വയറുവേദനയുമായിട്ട് ആശുപത്രി ചെന്നു. ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി മെഡിക്കൽ കോളേജിലേക്ക് അവിടേക്ക് കുറിപ്പ് കൊടുത്ത് അയച്ചു. മെഡിക്കൽ കോളേജിൽ ചെന്നപ്പോൾ അവരെന്ത് ചെയ്തു? ഗ്യാസിന്റെ ഗുളിക കൊടുത്ത് തിരിച്ചയച്ചു. കുട്ടി മരണപ്പെട്ടു. സാർ, ഇങ്ങനെ ഈ അടിയന്തര പ്രമേയത്തിൽ ഈ വീഴ്ചകളെല്ലാം കൂടെ പറയാൻ സമയം അനുവദിക്കുകയാണെങ്കിൽ ഇന്ന് എനിക്ക് വേണ്ടി മാത്രം സമയം മാറ്റിവെച്ചാൽ ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കാം, ചർച്ച ചെയ്യാം. ഇത് കുറച്ച് സമയം ഉള്ളത് കൊണ്ട് മാത്രമാണ് സാർ കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ഈ സർക്കാരിന് ശ്രദ്ധയിൽപ്പെടുത്തിയത്.